ഗുഡ് ഈവനിങ് എവരിവൺ, വെൽക്കം ടു കറണ്ട് വേൾഡ്. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് വേൾഡിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നലെ നിങ്ങൾക്കായി ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: 2026 ഏപ്രിലിൽ സ്വന്തമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയം രൂപീകരിച്ച സംസ്ഥാനം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്: കേരളമാണ്. 2026 മെയ് മാസത്തിൽ സുപ്രീം കോടതിയിലെ പുതിയ ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശുപാർശ ചെയ്ത ഭരണഘടനാ സമിതി ഏതാണ്? ഉത്തരം: സുപ്രീം കോടതി കൊളീജിയം. വിശദീകരണം: ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതിയിലെ മറ്റ് 4 മുതിർന്ന ജഡ്ജിമാരും അടങ്ങുന്ന സമിതിയാണ് കൊളീജിയം. ഇന്ത്യയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതും സ്ഥലം മാറ്റുന്നതും ഈ സംവിധാനത്തിലൂടെയാണ്. റെയിൽവേ മന്ത്രാലയം അടുത്തിടെ വിപുലീകരിക്കാൻ അനുമതി നൽകിയ ഇന്ത്യയുടെ തദ്ദേശീയ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഏതാണ്? ഉത്തരം: വന്ദേ ഭാരത് എക്സ്പ്രസ്. വിശദീകരണം: മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ചെന്നൈയിലെ ഇന്ദ്രഗൽ കോച്ച് ഫാക്ടറിയാണ് ഈ ട്രെയിനുകൾ നിർമ്മിക്കുന്നത്. കേരളത്തിൽ നിലവിൽ 2 വന്ദേ ഭാരത് സർവീസുകൾ ഉണ്ട്. ഇന്ത്യയുടെ വരാനിരിക്കുന്ന ചാന്ദ്രദൗത്യങ്ങൾക്കായി അത്യാധുനിക സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ISRO. വിശദീകരണം: ISROയുടെ ആസ്ഥാനം ബംഗളൂരുവിലാണ്. എന്നാൽ ഇതിൻ്റെ പ്രധാന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിലാണ്. അടുത്ത ചോദ്യം: കേരളത്തിലെ സർവകലാശാലകളിലെ ഗവേഷണ മികവിനായി സംസ്ഥാന സർക്കാരിൻ്റെ അടുത്തിടെ പ്രഖ്യാപിച്ച പ്രമുഖ പുരസ്കാരം ഏതാണ്? മുഖ്യമന്ത്രിയുടെ നവകേരള ഗവേഷണ പുരസ്കാരം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമൂഹിക പ്രയോജനമുള്ള മികച്ച ഗവേഷണങ്ങൾ നടത്തുന്നവർക്കുമാണ് ഈ ബഹുമതി നൽകുന്നത്. വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ICCയുടെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. UAE ദുബായിലാണ്. വിശദീകരണം: അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ 1909 സ്ഥാപിതമാകുമ്പോൾ ലണ്ടൻ ആയിരുന്നു ആസ്ഥാനം. എന്നാൽ 2005 ഇത് ദുബായിലേക്ക് മാറ്റിയത്. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരം നേടിക്കൊടുത്ത കാരവാൻ ടൂറിസം പദ്ധതിയുടെ പേരെന്താണ്? കേരള കാരവാൻ മേഴ്സ്. വിശദീകരണം: യാത്രാ സൗകര്യവും താമസ സൗകര്യവും ഒരുമിച്ചുള്ള പ്രത്യേക വാഹനങ്ങൾ കാരവാൻസ് ഉപയോഗിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതിയാണിത്. അടുത്തിടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായ G7 ഉച്ചകോടിയിൽ അംഗമല്ലാത്ത രാജ്യം ഏതാണ്? ഉത്തരം: ഇന്ത്യ. വിശദീകരണം: ലോകത്തിലെ ഏറ്റവും വലിയ 7 വികസിത സമ്പദ് വ്യവസ്ഥകളുടെ കൂട്ടായ്മയാണ് G7. US, UK, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇന്ത്യ ഇതിൽ സ്ഥിരപ്രതിഷ്ഠിത അംഗമല്ലെങ്കിലും പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കാറുണ്ട്. നീതി ആയോഗിൻ്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സുസ്ഥിര വികസന സൂചികയിൽ SDG ഇൻഡെക്സ് ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം: കേരളം. വിശദീകരണം: ആരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം തുടങ്ങിയ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളം മുൻപിൽ നിൽക്കുന്നത്. കേരളത്തിൽ ഡിജിറ്റൽ സാക്ഷരത പൂർണ്ണമായി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം: പുള്ളമ്പാറ, തിരുവനന്തപുരം ജില്ലയിലാണ്. വിശദീകരണം: ജനങ്ങൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ സ്വയം ഉപയോഗിക്കാൻ പരിശീലനം നൽകിയതിലൂടെയാണ് കേരളത്തിലെ ഈ ഗ്രാമം രാജ്യത്തിന് മാതൃകയായത്. നീതി ആയോഗിൻ്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സുസ്ഥിര വികസന സൂചികയിൽ SDG ഇൻഡെക്സ് ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം: കേരളം. വിശദീകരണം: ആരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം തുടങ്ങിയ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളം മുൻപിൽ നിൽക്കുന്നത്. കേരളത്തിൽ ഡിജിറ്റൽ സാക്ഷരത പൂർണ്ണമായി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം: പുള്ളമ്പാറ, തിരുവനന്തപുരം ജില്ലയിലാണ്. വിശദീകരണം: ജനങ്ങൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ സ്വയം ഉപയോഗിക്കാൻ പരിശീലനം നൽകിയതിലൂടെയാണ് കേരളത്തിലെ ഈ ഗ്രാമം രാജ്യത്തിന് മാതൃകയായത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ്? ഉത്തരം: ശക്തികാന്ത് ദാസ്. വിശദീകരണം: ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായ
RBIയുടെ 25ാമത് ഗവർണറാണ് അദ്ദേഹം. രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ഉത്തരം തൃശ്ശൂർ. വിശദീകരണം: എല്ലാ ബാങ്കിംഗ് അക്കൗണ്ട് ഉടമകൾക്കും ചുരുങ്ങിയത് ഒരു ഡിജിറ്റൽ സേവനമെങ്കിലും മൊബൈൽ ബാങ്കിംഗ്, ATM, നെറ്റ് ബാങ്കിംഗ് ലഭ്യമാക്കിക്കൊണ്ടാണ് തൃശ്ശൂർ ഈ നേട്ടം കൈവരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ നിലവിലെ പൊതു തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നിയന്ത്രിക്കുന്ന ഭരണഘടനാ സ്ഥാപനം ഏതാണ്? ഉത്തരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. വിശദീകരണം: ഇന്ത്യൻ ഭരണഘടനയുടെ 324 അനുച്ഛേദം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്ത്യയും മറ്റൊരു രാജ്യവും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ നടത്തുന്ന മലബാർ എക്സസൈസ് നാവികസേന അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന പ്രധാന കൂട്ടായ്മ ഏതാണ്? ഉത്തരം ക്വാഡ്. വിശദീകരണം: ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ 4 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സഖ്യമാണ് ക്വാഡ്. ഇൻഡോ പാകിസ്ഥാൻ മേഖലയിലെ സുരക്ഷ ലക്ഷ്യമിട്ടാണ് ഈ സംയുക്ത നാവിക അഭ്യാസം നടത്തുന്നത്. 2026 മെയ് 17 അന്തരിച്ച മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരം ജെന്നിഫർ പേസ് 2026 ഫുട്ബോൾ അസോസിയേഷൻ ചലഞ്ച് കപ്പ് ജേതാക്കളായത്? ഉത്തരം മാഞ്ചസ്റ്റർ സിറ്റി. 2026 മെയ്യിൽ നടക്കുന്ന 3ാമത് ഇന്ത്യൻ നോർഡിക് ഉച്ചകോടിക്ക് വേദിയാകുന്നത്? ഉത്തരം ഓസ്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡിജിറ്റൽ ബാങ്ക് ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്? ഉത്തരം ഗുവാഹത്തി. 2026 സീസൺസ് ഫ്രഞ്ച് ഫുട്ബോൾ ലീഗ് കിരീട ജേതാക്കൾ? ഉത്തരം PSG. മദ്യപാനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സിൽ നിന്നും 21 വയസ്സായി ഉയർത്താൻ തീരുമാനിച്ച സംസ്ഥാനം? തമിഴ്നാട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ കടുവകളുടെ സംരക്ഷണത്തിനായി 1973 ആരംഭിച്ച പ്രൊജക്ട് ടൈഗർ പദ്ധതിക്ക് കീഴിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉത്തരം മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതിൻ്റെ ഉത്തരവുമായി നാളെ കാണാം. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നിട്ടില്ലെങ്കിൽ പ്ലീസ് അത് ചെയ്യുക. സോ താങ്ക് യു.